ഹോർമുസ് കടലിടുക്കിലെ ആക്രമണ വിവരങ്ങൾ പുറത്തുവിട്ട് വിദേശകാര്യ മന്ത്രാലയം. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ 10 ഇന്ത്യൻ നാവികർക്ക് പരിക്കേറ്റതായി വിദേശ മന്ത്രാലയം വ്യക്തമാക്കുന്നു. സുരേഷ് വെള്ളിമുറ്റമാണ് വിവരങ്ങളുമായി. സുരേഷ്, സാഹചര്യങ്ങൾ കുറെ കൂടി മോശമാവുകയാണ്. ഈ ആക്രമണത്തിന്റെ വിവരങ്ങൾ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിടുമ്പോൾ എന്തൊക്കെയാണ് വ്യക്തമാകുന്നത്? രതീഷ്, ഏറ്റവും പ്രധാനം വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണത്തിൽ എത്ര പേർക്ക് പരിക്കേറ്റു, നേരത്തെ 8 പേർക്ക് പരിക്കേറ്റു എന്നുള്ളതായിരുന്നു റിപ്പോർട്ടൊക്കെ വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം 10 പേർക്ക് പരിക്കേറ്റു, അതോടൊപ്പം തന്നെ ഒരാൾ മരിച്ചു, അത് ഏത് കപ്പലിൽ ഉണ്ടായിരുന്ന ആളാണ്, അങ്ങനെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. UAE-യുടെ അൽബഹിയ, അതോടൊപ്പം തന്നെ മൊബാസ, ഈ 2 ടാങ്കറുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇന്ന് പുലർച്ചെയായിരുന്നു ഹോർമുസ് കടലിടുക്കിൽ ഈ ആക്രമണം. 30 ഇന്ത്യക്കാരാണ് ഈ 2 കപ്പലുകളിലായിട്ടുണ്ടായിരുന്നത്. 2 കപ്പലുകളിലായിട്ടുള്ള ജീവനക്കാർ. അതിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. അൽബഹിയ ടാങ്കറിലുണ്ടായിരുന്ന നാവികനാണ് മരിച്ചത്. അൽബഹിയയിലെ തന്നെ മറ്റൊരു ഇന്ത്യക്കാരന് പരിക്കേറ്റു. പിന്നീട് മൊബാസ ടാങ്കറിൽ ഉണ്ടായിരുന്നത് 18 ഇന്ത്യക്കാരാണ്. ഇതിൽ 9 പേർക്ക് പരിക്കേറ്റു. അങ്ങനെ 2 ടാങ്കറുകളിലായിട്ട് 10 പേർക്ക് പരിക്കേറ്റു. ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആക്രമണത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വലിയ പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇറാൻ പ്രതിനിധിയെ വിളിച്ചു വരുത്തിയും ആ പ്രതിഷേധം അറിയിക്കുകയും ഒക്കെ ഇന്ത്യ ചെയ്യുന്നുണ്ട്. UAE-യിലെ ഇന്ത്യൻ കോൺസുലേറ്റും അബുദാബിയിലെ ഇന്ത്യൻ എംബസി രണ്ടും ഈ പരിക്കേറ്റവർക്ക് വേണ്ടുന്ന ചികിത്സാ സഹായങ്ങളൊക്കെ ഉറപ്പാക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സാ സഹായം ഉറപ്പാക്കുന്നു. അതോടൊപ്പം തന്നെ മരിച്ച ആളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഈ ഒരു സംഭവത്തിൽ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സംഘർഷാവസ്ഥ ഈ മേഖലയിൽ ഇപ്പോൾ തുടരുന്നുണ്ട്. കുവൈറ്റിലേക്ക് ആക്രമണമുണ്ടായി ഇന്ന് രാവിലെ. അതോടൊപ്പം തന്നെ ബഹ്റൈനിലേക്ക് 3 തവണ ആക്രമണമുണ്ടായി. ബഹ്റൈനിൽ അമേരിക്കയുടെ ആയുധ ശേഖരം നശിപ്പിച്ചു എന്നുള്ളതാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇറാനെ പിന്തുണയ്ക്കുന്നവരാണ് യമനിലെ ഹൂതികൾ. അവർ സൗദി അറേബ്യയിലെ അബ്ഹ വിമാനത്താവളത്തിലേക്ക് ആക്രമണം നടത്തുന്നു. അങ്ങനെ പല മേഖലകളിലായിട്ട് ആക്രമണം തുടരുന്നുണ്ട്. പല മേഖലയിലായി ആക്രമണം തുടരുകയാണ്. ഏറ്റുമുട്ടലിന്റെ സാഹചര്യം അതിരൂക്ഷമായി തന്നെ നിലനിൽക്കുന്നു, തുടരുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ ആക്രമണത്തിലെ വിവരങ്ങളാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിടുന്നത്. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ 10 ഇന്ത്യൻ നാവികർക്ക് പരിക്കേറ്റു എന്നടക്കമുള്ള വിവരങ്ങൾ സ്ഥിരീകരിക്കപ്പെടുകയാണ്.